ഫ്രണ്ട്സ്, നമ്മളിപ്പം ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡന് മുമ്പിലാണ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ടിപ്പു സുൽത്താൻ പണിത് കഴിപ്പിച്ച ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കേട്ടോ. അദ്ദേഹത്തിന് ചെടികളോടൊക്കെ വളരെ താല്പര്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം പണി കഴിപ്പിച്ചതാണ്. ഏകദേശം 1200 ഏക്കറോളം വരുന്നുണ്ട് ഇത് എന്നാണ് പറയുന്നത്. പലതരം സ്പീഷീസിലെ ചെടികളും മറ്റുമൊക്കെയാണ് ഇവിടെ വച്ചു പിടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ പൂക്കളുള്ള ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ ഫ്രാൻസിൽ നിന്നും അദ്ദേഹത്തിനെ കുറിച്ച് അറിയാലോ, ഫ്രാൻസുമായിട്ട് നല്ല കണക്ഷൻ ആയിരുന്നു അദ്ദേഹം ഭരണകാലത്തൊക്കെ. അപ്പോൾ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന ചെടികളും മരങ്ങളൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളും വിശദമായ വിവരങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. 1760-കളിലാണ് ടിപ്പു സുൽത്താന്റെ പിതാവായ ഹൈദർ അലി ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ നിർമ്മിക്കുന്നത്. പിന്നീട് ടിപ്പു സുൽത്താൻ അത് വിപുലീകരിക്കുകയായിരുന്നു. പ്രശസ്തമായ ഗ്ലാസ് ഹൗസ്, പുരാതനമായ ലാൽബാഗ് റോക്ക്, ഫ്ലോറൽ ക്ലോക്ക്, പിന്നെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ചെടികളും മരങ്ങളും ഇവയൊക്കെ അടങ്ങിയതാണ് ഈ ലാൽബാഗ്. തിരക്കു പിടിച്ച ബാംഗ്ലൂർ സിറ്റിയിലെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ ലാൽബാഗ്. നടപ്പാതകളും ബോൺസായ് മരങ്ങളും, ഹിബിസ്കസ് ഗാർഡൻ, തടാകം, പുരാതനമായ പാറക്കെട്ടുകൾ, ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം ഇവയെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു നവ്യമായ ഒരു അനുഭൂതിയാണ് ലാൽബാഗ് ജനങ്ങൾക്ക് നൽകുന്നത്. ബാംഗ്ലൂർ സിറ്റിയിലെ തിരക്കിൽ നിന്നൊഴിഞ്ഞ് കുടുംബവുമൊത്തും കൂട്ടുകാരുമൊത്തും എല്ലാം ദിവസം മുഴുവൻ ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ലാൽബാഗ്. തടാകത്തിന് അഭിമുഖമായി നിരത്തിയിട്ടിരിക്കുന്ന ഈ ചെയറുകളിൽ ഇരുന്ന് സായാഹ്നം ആസ്വദിക്കുന്നത് നല്ലൊരു അനുഭവമായിരിക്കും. ഈ കാണുന്നതെല്ലാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൃക്ഷങ്ങളാണ്. ഇതെല്ലാം ടിപ്പു സുൽത്താന്റെയോ അദ്ദേഹത്തിന്റെ പിതാവിന്റെയോ കാലത്ത് വച്ചു പിടിപ്പിച്ചിട്ടുള്ളവയാണ്. ലാൽബാഗിലെ മറ്റൊരു പ്രധാന അട്രാക്ഷൻ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ ആണ്. ആ ദൂരെ കാണുന്ന പാറക്കെട്ടിലൂടെ നിശ്ചിത ഇടവേളകളിലായിട്ട് വാട്ടർഫോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അത് ഈ തടാകത്തിലേക്കാണ് വന്നു ചേരുന്നത്. ആ കാഴ്ച മനോഹരമായി കാണാനായി ഇവിടെ ഇതിന് കുറുകെയായിട്ടൊരു പാലവും നിർമ്മിച്ചിട്ടുണ്ട്. ആ പാലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ആ വാട്ടർഫോൾ കറക്റ്റായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇത് നമ്മുടെ മലമ്പുഴയിലുള്ള തൂക്കുപാലം പോലുള്ള ഒരു സംവിധാനമാണ്. വാട്ടർഫോളിന്റെ സമയം രേഖപ്പെടുത്തിയ ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ വാട്ടർഫോളും 15 മിനിറ്റോളമാണ് ഒഴുകിക്കൊണ്ടിരിക്കുക. കുടുംബവുമൊത്ത് സമയം ചിലവഴിക്കാനും സ്വസ്ഥമായിരുന്ന് ബുക്സ് വായിക്കാനും ചെറിയ കളികളിൽ ഏർപ്പെടാനുമെല്ലാം ഈ പുൽമൈതാനി ഇവിടെ വരുന്നവർ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ലാൽബാഗിലെ മെയിൻ അട്രാക്ഷനായ ഗ്ലാസ് ഹൗസ് കാണാനാണ് ഇന്ന് നമ്മൾ നടന്നു നീങ്ങുന്നത്. ഇതാണ് പ്രശസ്തമായ ലാൽബാഗിലെ ഗ്ലാസ് ഹൗസ്. ഇരുമ്പും ഗ്ലാസും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ലണ്ടനിലുള്ള ക്രിസ്റ്റൽ ഗ്ലാസ് ഹൗസ് ആണ് ടിപ്പു സുൽത്താൻ ഈ ഗ്ലാസ് ഹൗസ് നിർമ്മിക്കുന്നതിന് പ്രചോദനമായത്. ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ പോലുള്ള ദിവസങ്ങളിൽ പ്രത്യേക ഫ്ലവർ ഷോകളും ഇവിടെ സന്ദർശകർക്കായി ഒരുക്കാറുണ്ട്. ലാൽബാഗിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഫ്ലവർ ക്ലോക്ക്. ക്ലോക്കിന് ചുറ്റുമായി പൂച്ചെടികൾ വച്ചു പിടിപ്പിച്ചിരിക്കുകയും നടുവിലായി ക്ലോക്കിന്റെ സൂചികൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനടുത്തായി കെമ്പഗൌഡയുടെ ഒരു പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്.
ലാൽബാഗിലെ ഏറ്റവും പ്രധാന ആകർഷണമാണ് ലാൽബാഗ് റോക്ക്. 2.5 മുതൽ 3.4 ബില്യൺ പഴക്കമുള്ള ഒരു പാറക്കെട്ടുകളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കെമ്പഗൌഡയുടെ പേരിൽ ഒരു വാച്ച് ടവറും സ്ഥാപിച്ചിട്ടുണ്ട്. ഹിമാലയത്തെക്കാൾ പഴക്കമുള്ള പാറക്കെട്ടുകളാണ് ഇവിടെ കാണുന്നത്. ഇത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലാൽബാഗ് കേവലം ഒരു ആസ്വാദനത്തിനുള്ള ഇടം മാത്രമല്ല, അറിവും പകർന്നു നൽകുന്നുണ്ട് എന്ന് ഇവിടെ എത്തിച്ചേരുമ്പോഴാണ് നമുക്കെല്ലാം തിരിച്ചറിയാനാവുക.